സിനിമകളുടെ സീക്വലുകൾ ഒരു ബിസിനസ് മാത്രമായി മാറിയോ? സീക്വലുകൾ സാധാരണ ഒരു സിനിമയുടെയോ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെയോ തുടർച്ചയായി വരുന്ന സിനിമകളാണ് സീക്വലുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ദൃശ്യം പോലെ ഒരു സിനിമ വൻ വിജയമായി അതിനുശേഷം അതിൻ്റെ കഥയുടെ ഭാഗമായിട്ട് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം പ്ലാൻ ചെയ്ത് മറ്റൊരു സിനിമ വരുന്നു, അതിൻ്റെ ഒരു തുടർച്ചയായി വരുന്നു. അങ്ങനെയുള്ള സിനിമകളെ പറ്റിയല്ല, ഇപ്പം CBI സീരീസുകളായിക്കോട്ടെ അല്ലെങ്കിൽ ആട് 1 and 2 അങ്ങനെയൊക്കെ പറയുന്ന പോലെയുള്ള സിനിമകളൊക്കെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ബാഹുബലി, KGF, പുഷ്പ, ഇപ്പോൾ വരാൻ പോകുന്ന കൽക്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ സലാർ, ഇങ്ങനത്തെയുള്ള സിനിമകൾ. അതായത് ഒരു സിനിമയായിരിക്കും അത്, പക്ഷേ അതിനെ ഒരൊറ്റ സിനിമയായിട്ട് തിയേറ്ററിൽ കാണിക്കാൻ ചിലപ്പോൾ 7 മണിക്കൂറോ 6 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ എടുക്കാൻ സാധ്യതയുള്ളൊരു കഥയെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ടുവച്ചതിന് ശേഷം 2 സിനിമയാക്കി മാറ്റി. അങ്ങനെ വന്ന സിനിമകൾ. രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടർ അല്ലെങ്കിൽ ബാഹുബലി ടീം ഇന്ത്യൻ സിനിമയ്ക്ക് തുടർന്ന് വെച്ച ഒരു ബിസിനസ് തന്ത്രമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ബിസിനസ് തന്ത്രം എന്ന് പറയണം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ പറയാം. അവർ തുറന്നിട്ടൊരു വഴിയാണ് ഈ പറയുന്ന പോലെ സീക്വലുകൾ, അല്ലെങ്കിൽ ഒരു സിനിമയെ തന്നെ 2ആയി ഭാഗിച്ച് അതിനെ നമുക്ക് 2 സിനിമകളായിട്ട് വരുന്നു. പക്ഷേ ഇതിന് മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് എനിക്കറിയില്ല, കുറച്ച് ആളുകൾ പോലും അതിനെപ്പറ്റി അങ്ങനെ പറയല്ലേ. ഇപ്പോൾ എല്ലാവരും നമ്മൾ സംസാരിക്കുമ്പോൾ ബാഹുബലിയെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് കമലഹാസൻ സാർ സംവിധാനം ചെയ്ത ദശാവതാരമല്ല, വിശ്വരൂപം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി അങ്ങനെ ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ടുവച്ച് അതിനൊരു കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് സിനിമയാണ് എന്ന് പറയുന്ന രീതിയിൽ വന്നിരുന്നു, വിശ്വരൂപം 1 and 2. പക്ഷേ വലിയൊരു ഇന്ത്യ മുഴുവൻ ഒരു വലിയ തരംഗമായി മാറാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബാഹുബലിക്ക് ഇറങ്ങുന്നതിന് മുമ്പാണ് ആ ഒരു സിനിമ വരുന്നത്. സോ ആ ഒരു സിനിമയും ബേസിക്കലി ഒരു സിനിമ, പിന്നീട് അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ സിനിമ നിൽക്കുന്നു, അതിൻ്റെ ബാക്കി കഥയായിട്ട് സെക്കൻഡ് മൂവി വരുന്നു. അങ്ങനെയാണ് ആ സിനിമയും വന്നത്. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്നത് ബാഹുബലി 1 and 2 പറ്റിയാണ്. ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഒരു വലിയൊരു ക്ലിഫ് ഹാങ്ങർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ക്ലിഫ് ഹാങ്ങർ, എന്തുകൊണ്ട് കട്ടപ്പ ബാഹുബലിയെ കൊന്നു എന്ന് പറയുന്നൊരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് വെക്കുന്നു. അതിനുശേഷം സെക്കൻഡ് പാർട്ട് വരുന്നു. അങ്ങനെ വരുന്ന സിനിമകൾ, അതിൻ്റെ ചുവട് പിടിച്ച് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ KGF 1 and 2, പുഷ്പ 1 and 2, പൊന്നിയിൻ സെൽവൻ 1 and 2, ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഹിറ്റായി വന്നിരിക്കുന്ന ദുരന്തർ 1 and 2, പിന്നെ മലയാളത്തിൽ നിന്ന് ഇപ്പം റീസെൻ്റ്ലി വന്ന ആടിൻ്റെ ആ ഒരു സീരീസ് അല്ല, ഇപ്പോൾ വന്ന ആട് 1, ലാസ്റ്റ് റൈഡ് പാർട്ട് 1 ആൻഡ് ഇനി വരാൻ പോകുന്ന പാർട്ട് 2 എന്ന് പറയുന്ന സിനിമ. ഇനി വരാൻ പോകുന്ന കത്തനാരും ഇതുപോലെ 2 സിനിമകളാണ് എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയില്ല ഒഫീഷ്യലി അതത്ര ഇതാണോ എന്നറിയില്ല. പക്ഷേ ഈ സിനിമകൾക്കെല്ലാം ഉള്ളൊരു സ്വഭാവം, ചിലതിനൊരു എന്താ പറയുക, ബാഹുബലി എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഈ പറയുന്ന KGF എന്ന് പറയുന്ന സിനിമകളെല്ലാം ഫസ്റ്റ് പാർട്ടിനൊരു പ്രോപ്പർ ഒരു കഥയുണ്ട്, സെക്കൻഡ് പാർട്ടിനൊരു പ്രോപ്പർ കഥയുണ്ട്. രണ്ടും കൂടി ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്നവർക്ക് അത്രയും നേരം തിയേറ്ററിൽ ഇരിക്കുക എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള ആളുകളൊക്കെ ചിലപ്പം ഇരിക്കുമായിരിക്കും. ഇപ്പം തന്നെ ഒരു 4 മണിക്കൂർ വരെയുള്ള സിനിമകളൊക്കെ ആളുകൾക്ക് വലിയ പ്രശ്നമില്ലാതിരിക്കുന്നുണ്ട്. എത്രത്തോളം അത് എൻ്റർടൈനറാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരെ മുഷിപ്പിക്കാതെ തിയേറ്ററിൽ ഇരുത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ബാഹുബലിയൊക്കെ വരുന്ന സമയം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 11 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമയത്താണ് ഈ പറയുന്ന ബാഹുബലി ടീം വരുന്നതും ഇങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു പടത്തിനെ 2 രീതിയിലേക്ക് മാറ്റി സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു ഐഡിയ വരുന്നു. അത് ആക്ച്വലി ബേസിക്കലി അവരത് വർക്കൗട്ടാക്കി എടുക്കുന്നു. പിന്നീട് KGF എന്ന് പറയുന്ന സിനിമ വരുന്നു. അതും സെയിം ഫോർമാറ്റ്, സിനിമ ഒന്നാണെന്നല്ല, എന്നാൽ പോലും ആ ഒരു ഫോർമാറ്റ് പിടിക്കുന്നു, അതും സക്സസ് ആണ്. പക്ഷേ അതിന് ശേഷം പിന്നെ കുറേ സിനിമകൾ വരാൻ തുടങ്ങി. പുഷ്പ എന്ന് പറയുന്ന സിനിമ, പുഷ്പ ഇതുപോലെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതൊരു സിംഗിൾ മൂവി ആയിരുന്നു. പിന്നീട് ഈ പറയുന്ന കഥ, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ സുകുമാർ എന്ന് പറയുന്ന അദ്ദേഹം അതൊരു വെബ് സീരീസായിട്ട് എടുക്കാൻ വേണ്ടി വെച്ചിരുന്നൊരു കഥയാണ്. പിന്നീട് അതിനൊരു അല്ലു അർജുൻ നായകനാകുന്നൊരു സിനിമയാക്കുന്നു. പിന്നെ ഒരു ഷൂട്ട് ചെയ്ത് കുറച്ച് പോർഷനൊക്കെ വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നത് ഇതൊരു സിനിമയിൽ പറയാൻ പറ്റില്ല എന്ന് ആ സമയത്ത് അവർ പറയുന്നു, അതങ്ങനെ ഒരു സിനിമയാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർ അതിനെ 2 ആക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പുഷ്പ 2 വരുന്നു. ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായൊരു സിനിമയാണ്. എന്നാൽ പോലും ആ സിനിമ ഈ പറയുന്ന പോലെ ഒരു കോർ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ അത്ര വലിയൊരു സംഭവം ഉണ്ട്, കഥയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ ഇപ്പം ബാഹുബലി 1, 2 അല്ലെങ്കിൽ KGF 1, 2 അല്ലെങ്കിൽ ഇപ്പോൾ വന്ന കൽക്കി അല്ലെങ്കിൽ ദുരന്തർ പോലെയുള്ള സിനിമകൾ പോലെ ഒരിക്കലും പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക് അതുപോലെ എത്രത്തോളം ഫാൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഒരു ഹേറ്റേഴ്സ് ഉള്ളൊരു സിനിമയെ മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാത്രം കണ്ടിട്ട് അവരൊരു കഥ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് അതിൻ്റെ ഒരു
ഫസ്റ്റിൻ്റെ സക്സസ് മനസ്സിലാക്കി അതിൻ്റെ ഒരു ഫോർമുല ഉണ്ടാക്കിയതിന് ശേഷം അതെടുക്കുന്നു. അങ്ങനെ രീതിയിലേക്ക് വന്നിട്ടാണ് ഈ പറയുന്ന പുഷ്പ പോലൊരു സിനിമ വന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ചില സിനിമകൾ ഈ പറയുന്ന ദേവര എന്ന് പറയുന്ന ഒരു സിനിമ അതുപോലെയാണ്. അതായത് ദേവര 1 and 2 അനൗൺസ് ആയിട്ടുണ്ട്. എനിക്കറിയില്ല ദേവര 2 എന്ന് പറയുന്ന സിനിമ ഇനിയും വെളിച്ചം കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതും ഇതുപോലെ ഈ പറയുന്ന പോലെ ഒരു സിനിമയാക്കാനുള്ള കഥയേ ഉള്ളൂ. അത് തന്നെ ഇപ്പോൾ പുഷ്പ എന്ന് പറയുന്ന സിനിമ അവർക്ക് ഒന്നൊന്ന് ഇരുന്ന് ചെയ്തിരുന്നെങ്കിൽ അത് സിംഗിൾ മൂവിയായി മാറേണ്ട ഒരു സിനിമയേ ഉള്ളൂ. അതായത് സെക്കൻഡിനകത്ത് ഒരുപാട് ഇവൻറ്റ്സുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ ബാഹുബലി പോലെ നമുക്ക് എല്ലാ കഥയും ഒരൊറ്റ കഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത എന്ന് പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന പുഷ്പ പോലുള്ളൊരു സിനിമ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സിനിമ ഭയങ്കര ഒരു തരംഗം, എസ്പെഷ്യലി ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാവരും ഏറ്റെടുക്കുന്നു. അതിനൊരു സെക്കൻഡ് പാർട്ട് വരുന്നു. ഞാനൊക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചാണ് ഇവരെങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ആ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ 1 മാറ്റി വെച്ചപ്പോഴും പുഷ്പ 2 എന്ന് പറയുന്നത് എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിട്ട് ഇത്രയും വലിയൊരു ഇപ്പോഴും അതിൻ്റെ പല റെക്കോർഡുകളും ആ ഒരു മിക്സഡ് റിവ്യൂ വെച്ചിട്ട് അതിട്ടിരിക്കുന്ന റെക്കോർഡുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബിക്കോസ് അതിൻ്റെ ഒരു ക്യാരക്ടറിന് കിട്ടിയ റീച്ച് ഉണ്ട്. ആ റീച്ച് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പക്ഷേ അത് ഒരു രീതിയിലൊരു ബിസിനസ് മാത്രമായി പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി കണ്ട ആടെന്ന് അതിനെ കൂടെ പറയാം. ആടെന്ന് പറയുന്ന സിനിമയും എനിക്ക് ഒരു പോയിന്റിൽ വന്നപ്പം എനിക്ക് ക്ലൈമാക്സിനോടനുബന്ധിച്ച് നമ്മളൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കറണ്ട് പോകുന്നു. അബ്രപ്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും. അതുപോലെയാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് ഇതുണ്ട്, ഇതെന്താ ഇങ്ങനെ നിർത്തിയത്. ഡെഫിനറ്റ്ലി ആ ഒരു സിനിമയ്ക്ക് മാക്സിമം അവർക്ക് പറ്റാവുന്ന ഡ്യൂറേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടാൽ മാത്രമേ ഈ പറയുന്ന ഒരു ബിസിനസ് സാധ്യത മാത്രം കണ്ടിട്ടാണ് അവരിത് ചെയ്തതെന്നും പറയാൻ പറ്റത്തുള്ളൂ. ആസ് ഓഫ് നോ ഇപ്പോൾ ഒരു വല്ലാത്തൊരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് നിർത്തുന്നു. അതൊരു പ്രോപ്പർലി കണക്ഷനൊക്കെ ഇപ്പോൾ ബാഹുബലി ഓർ KGF എന്ന് പറഞ്ഞാൽ ആ പടം ഫസ്റ്റ് പാർട്ട് എടുക്കുന്ന സമയത്ത് അതിന് എല്ലാ കണക്ഷനും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്, പിന്നീടുള്ള കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ സാധനങ്ങൾ തുടങ്ങി ഒരു പർട്ടിക്കുലർ പീക്ക് മൊമെൻറ്റിലോട്ട് വന്നിട്ട് അവിടെ വെച്ച് അങ്ങ് നിർത്തും. ബാക്കിയുള്ള കണക്ഷൻസ് എല്ലാ ക്വസ്റ്റ്യൻസിനും അവിടെ തന്നെ നമുക്ക് സംശയമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതെന്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളതെല്ലാം അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ബാഹുബലി ഫസ്റ്റിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ KGF 1 എന്ന് പറയുന്നത് പൊതുവേ എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതിന് എല്ലാ കാര്യങ്ങളും ആ ഫസ്റ്റിനകത്തുള്ള ചില സീക്വൻസുകളല്ലാതെ ബാക്കി എല്ലാത്തിനും ഒരു പ്രോപ്പർ തുടങ്ങി അതിനെല്ലാം ഒരു കൺക്ലൂഷനുണ്ട്. ബാക്കിയുള്ള ബാക്കി കഥയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ബാഹുബലിക്കും കുറേ ഇപ്പോൾ അനുഷ്കയുടെ ക്യാരക്ടർ അങ്ങനെ ആയി എന്നൊക്കെ ഉള്ളത് നമുക്ക് സെക്കൻഡിൽ മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും KGF കുറച്ചുകൂടെ ഇതാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന ദുരന്തർ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അതായത് ഒരു പാർട്ട് 1 പാർട്ട് 2 അല്ലെങ്കിൽ ഒരു കഥയെ രണ്ടായിട്ട് പറയാൻ പോവുകയാണ്. സോ എങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്യേണ്ടത്? ഈ ദുരന്തർ എന്ന് പറയുന്ന സിനിമ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ടതാണ് ഈ സെയിം രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമയാണ് പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയുണ്ട്. അതും ഭയങ്കര വിജയമായതാണ് ഫസ്റ്റ്. പക്ഷേ സെക്കൻഡ് ഫസ്റ്റിന് കിട്ടിയ ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ അത്രയും ഒരു ബോക്സ് ഓഫീസ് കളക്ഷനൊന്നും സെക്കൻഡിലേക്ക് വന്നില്ല. എന്നുവെച്ചാൽ അതും ഈ പറയുന്ന പോലെ ദുരന്തർ എങ്ങനെയാണോ അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ്. അതായത് ഫസ്റ്റ് സെക്കൻഡോടെ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഫസ്റ്റ് ഇറക്കി വിടുന്നു, അതിൻ്റെ ഒരു 3 മാസം 4 മാസത്തിന് ശേഷം സെക്കൻഡ് വരുന്നു. പൊന്നിയിൻ സെൽവനും അങ്ങനെയാണ്. ബാക്കിയുള്ള സിനിമകളെല്ലാം ഫസ്റ്റ് കണ്ടു, അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അതിന് വേണ്ട മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ്. ഇപ്പോൾ ബാഹുബലി ആണെങ്കിൽ പോലും ബാഹുബലി ഫസ്റ്റ് സെക്കൻഡ് കുറച്ച് സീൻസൊക്കെ സെക്കൻഡ് അവർ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി ഒരു 80 to 90% അവർ ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇറങ്ങിയതിന് ശേഷമാണ്. KGF അങ്ങനെ തന്നെയാണ്. പുഷ്പ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഈ പറയാനൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പോലെ സെക്കൻഡ് സെപ്പറേറ്റ് ഒരു സിനിമയായിട്ട് തന്നെ അവർ ഷൂട്ട് ചെയ്തെടുത്താണ്. പക്ഷേ ദുരന്തറൊക്കെ എന്ന് വെച്ചാൽ ഓൾറെഡി ഫുൾ ഷൂട്ട് ചെയ്യുന്നു, അതിനെ ഫസ്റ്റ് പാർട്ട് ഇറക്കുന്നു, സെക്കൻഡ് പാർട്ട് പിന്നീട് വരുന്നു. പൊന്നിയിൻ സെൽവനും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഇറങ്ങി അത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് റെസ്പോൺസ് വന്നാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സെക്കൻഡ് ഓൾറെഡി റെഡിയാണ്, അത് വിടുന്നു. അത് ഭയങ്കര അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ലിറ്ററലി അതാണ് ആക്ച്വലി പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മലയാളികൾക്ക് ഒരു ഓഡിയൻസിന് വിട്ടുകൊടുക്കുമ്പോൾ അങ്ങനെയാണ് അവർക്ക് ചെയ്യേണ്ടത്. അതല്ലാതെ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ഒരു സാധനം ഉണ്ടാക്കുന്നു, എന്നിട്ട് എൻഡിൽ കൊണ്ടുവന്നൊരു പഞ്ച് കൊടുക്കുന്നു, ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെക്കൻഡ് പറയുന്നു. അപ്പോൾ ഒരു ബിസിനസ് അവിടെ സ്റ്റാർട്ടാവുന്നു. സെക്കൻഡിന് വരുന്ന ഒരു ഇനിഷ്യൽ കളക്ഷനോ അല്ലെങ്കിൽ ആ ഇനിഷ്യൽ പുള്ളെന്ന് പറയുന്നത് ഭയങ്കര വലുതാക്കുന്നു. അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനൊരു ബിസിനസ് മാത്രമായിട്ട് കണ്ട്
ഒരു സാധനം തട്ടിക്കൂട്ടി എടുക്കുന്നതാണ് ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം എനിക്ക് പേഴ്സണലി വലിയ ഇപ്പം ദേവര ആയിക്കോട്ടെ പുഷ്പ ആയിക്കോട്ടെ എനിക്ക് ആ പുഷ്പയൊക്കെ വലിയ സിനിമയാണ് ശരിയാണ് ഭയങ്കര വിജയമൊക്കെയാണ് എന്നാൽ പോലും ബാഹുബലി ടീമോ അല്ലെങ്കിൽ ഈ പറയുന്ന KGF ടീമോ അല്ലെങ്കിൽ ഈ ദുരന്തറൊക്കെ ചെയ്തതുപോലെ അല്ല അവർ ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കാണിച്ചു വെച്ചേക്കുന്നതിനെ പറ്റി അതിനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെയാണ് അത്രയും വലിയൊരു സിനിമയെ അത്രയും വലിയൊരു സാധ്യതയെ അവർ എന്താ പറയുക അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് വളരെ ഇമ്മച്യൂർഡായിട്ട് എന്താണ് ഒരു നോർമൽ ഒരു മാസ് മസാല തെലുഗു ഒരു സിനിമ എങ്ങനെയാണോ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ കടിക്കുന്നു ഇട്ട് ആൾക്കാരെ ഇട്ട് അല്ലു അർജുനൊക്കെ ഒരു സമയത്ത് ആ റോപ്പിൽ കിടന്ന് വലിയാണ് ഒരു ഇപ്പം ദുരന്തറൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പം പുഷ്പ പോലൊരു സിനിമ ഇന്ത്യയിലേക്ക് വരുന്നതെങ്കിൽ ആൾക്കാർ ഓടിച്ചിട്ട് പുഷ്പ ഇപ്പം ഇന്നുണ്ടാക്കുന്ന ഒരു സാധനം ഒരു പണ്ടുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും പുഷ്പയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ബാഹുബലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇനി ഒരു 10 സിനിമകൾ വന്നാൽ പോലും ബാഹുബലി ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെയാണ്. അവിടെയാണ് പുഷ്പയൊക്കെ ഡിഫറെൻ്റ് ആകുന്നത്. ഇപ്പോൾ KGF എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ ഒരു സ്വഭാവമുണ്ട്. ഇനി എത്ര ആക്ഷൻ പടങ്ങൾ വന്നാലും KGF എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ട് ആളുകൾക്കിടയിൽ. ഇപ്പോൾ ദുരന്തറിന് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് മേക്കിംഗ് വൈസ് ബാക്കിയുള്ള കഥകൾ എല്ലാം ഇതിലുപരി അവരുടെ ഒരു പ്ലാനിങ്ങിന് ഭയങ്കരമായിട്ട് ഞാൻ അവർക്ക് എപ്പോഴും ഒരു ഹാറ്റ്സ് ഓഫ് എപ്പോഴും പറയാം. ആ ഒരു ടീമിന് ഒരു പാർട്ട് 1 പാർട്ട് 2 ഒരു സിനിമയെ രണ്ടാക്കുന്നു. അതിനെ എങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തണമെന്നുള്ളതിന് ബാഹുബലി എങ്ങനെയാണോ ഈ പറയുന്ന പോലെ ഒരു സാധ്യത വലിയൊരു സാധ്യതയാണ് ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുത്തത്. പക്ഷേ മോസ്റ്റ്ലി എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ ഫിലിം മേക്കേഴ്സും അതിനെ ഒരു എന്താ പറയുക ഒരു ബിസിനസ് ഒരു സാധ്യത കാണാൻ വേണ്ടിയിട്ട് മാത്രം ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു ഇതിലേക്ക് മാറി. പക്ഷേ ദുരന്തർ വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അവരതെടുക്കുന്നു. അവരതിനെ പ്രോപ്പർലി എങ്ങനെയാണോ കൊണ്ടുവരേണ്ടത് അങ്ങനെ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് ആൾക്കാർക്ക് കൊടുക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ദുരന്തർ എന്ന് പറയുന്ന സിനിമ എത്ര കളക്ട് ചെയ്താലും അതിന് എത്രയ്ക്ക് അപ്രിസിയേഷൻ കിട്ടിയാലും ആ ടീം അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുഷ്പ പോലൊരു സിനിമയെ പറ്റി നമ്മൾ പുഷ്പ 2വിനെ പറ്റി ഇപ്പോൾ 1000 പേരിനകത്ത് 900 പേര് അതിനെപ്പറ്റി നല്ലത് പറഞ്ഞാലും ഒരു 100 പേര് പറയുന്ന കാര്യമുണ്ട്. ആ സിനിമ മോശമാണെന്ന് പറയുന്ന 100 പേരുണ്ട്. അത് എല്ലാ സിനിമയ്ക്കും അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് ഇല്ലെന്നല്ല. എന്നാൽ പോലും പുഷ്പ ദേവര പോലൊരു സിനിമയ്ക്ക് അത്രയും വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു ബിസിനസ് ആസ്പെക്റ്റ് ആണല്ലോ. ഒരു വലിയൊരു ബജറ്റിലൊരു സിനിമ വരുന്നു. അപ്പം അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് പരിപാടിയായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഒരു ഫിലിം മേക്കറിൻ്റെ ഒരു വിഷന് ബാക്കി എല്ലാ സാധനങ്ങളും വരുന്നു. അതിൻ്റെ ആകെയുള്ളൊരു പ്രശ്നം ഈ പറയുന്ന പോലെ ഒരു കഥ ഇങ്ങനെ ഒരു സിനിമയാക്കി പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അത് വലിയൊരു സിനിമയാണ്. അതിനെ നമുക്ക് 2 അല്ലെങ്കിൽ 3 വരുന്നു. KGF ഒക്കെ 3 ഉണ്ട്. അതായത് KGF 3 ഇപ്പം അനൗൺസ് ചെയ്താൽ പോലും ഭയങ്കരമായുള്ള ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും വരും. ഇപ്പം ബാഹുബലി 3 എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ അനൗൺസ് ആകുന്ന ദിവസം ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുപോലെ ഒരിക്കലും ഒരു പുഷ്പ 3 ഒരു ദേവര 2 അനൗൺസ് ചെയ്യുമ്പോൾ വരില്ല. ഇപ്പോൾ പിന്നീട് വന്നതെന്ന് വെച്ചാൽ പിന്നെയും കുറച്ചുകൂടെ അങ്ങനൊരു നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കഥ അങ്ങനെ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ളത് കൽക്കി എന്ന് പറയുന്ന സിനിമ, സലാർ എന്ന് പറയുന്ന സിനിമ. സലാറൊക്കെ ഫസ്റ്റ് ഓക്കെ, സെക്കൻഡ് ഇനി ഉണ്ടെന്ന് നമുക്കൊരു ഫീലുണ്ട്. പുഷ്പ ഇറങ്ങി ആ ഒരു പോയിന്റിൽ എൻഡ് ആകുന്ന സമയത്താണെങ്കിൽ പോലും ഓക്കെ എന്തോ സാധനങ്ങൾ ഇവർ തരാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി അവരുടെ എൻ്റയർ ടീം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു സിനിമേനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇത്ര നാൾ ഇതാണോ തരുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലുണ്ട്. ഇതിപ്പം ഇതിനെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇങ്ങനെയല്ല, ഫാൻസ് ഉണ്ട്, ഡെഫിനറ്റ്ലി അതാണ് അതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്ന ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദുരന്തർ ഇറങ്ങിയതിന് ശേഷം പുഷ്പ ഇറങ്ങിയിരുന്നെങ്കിൽ ആൾക്കാർ അതിനെ ഒരു കാരണവശാലും ഏറ്റെടുക്കില്ല എന്നാണ് തോന്നുന്നത്. കാര്യം ഇതൊരു ആക്ഷൻ മൂവിയായിട്ട് വരുന്നു. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആക്ഷൻ ഇപ്പോൾ ദുരന്തർ പോലൊരു സിനിമയിലെ അതിൻ്റെ ദുരന്തർ 2വിൻ്റെ ഫസ്റ്റ് വരുന്നൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 2 പുഷ്പം കൂടെ ചേർന്നാൽ പോലും അതിൻ്റെ ഒന്നും ആകത്തില്ല. അത്ര രീതിയിലാണ് അവരതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു സിനിമയെ ബിസിനസ് മാറ്റി നിർത്തി, ഡെഫിനറ്റ്ലി ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത്, എൻ്റർടൈൻമെൻറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞാലും ബിസിനസ്സാണ്. പക്ഷേ ആ ബിസിനസ്സിനുപരി ഒരു ഡയറക്ടറിനൊരു പ്രോപ്പർ വിഷനുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇപ്പം പാർട്ട് 1 പാർട്ട് 2 മൂവി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എടുക്കുന്നു. ഒരു പ്രോപ്പർ ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് നിർത്തി അടുത്ത പടത്തിലേക്ക് പോകുന്നു. പക്ഷേ ഈ പടത്തിനകത്തൊന്നുമില്ല. ഇതിനങ്ങനെ കൊണ്ട് നിർത്താൻ അറിയാത്തതുകൊണ്ട് ഒരു ക്ലിഫ് ഹാങ്ങർ വരുന്നു. പിന്നെ ഓഡിയൻസിൻ്റെ ഡിമാൻഡ് കാരണം
ഈ ഒരു പടം ചെയ്യുന്നു, പിന്നെ എന്തെങ്കിലും ഇത് വെച്ച് തട്ടിക്കൂട്ട്, അങ്ങനെയല്ല. ദുരന്തർ എന്ന് പറയുന്ന ടീം അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആടെന്ന് പറയുന്ന സിനിമയ്ക്കും ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ആട് 3യുടെ ഫസ്റ്റ് പാർട്ട്, അതും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആട് 3 പോലൊരു സിനിമ മലയാളത്തിൽ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബജറ്റിൻ്റെ ലിമിറ്റേഷൻ വരുമ്പോൾ ഇവർക്ക് ഒരൊറ്റ സിനിമയായിട്ട് ഇത് കൺസീവ് ചെയ്താൽ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ബോക്സ് ഓഫീസ് സപ്പോർട്ട് അതിന് കിട്ടിയില്ലെങ്കിൽ എന്നുദ്ദേശിച്ചിട്ടാണോ ആയിരിക്കും അവരതിനെ രണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹം തന്നെ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയാണോ അബ്രപ്റ്റ്ലി എന്തുകൊണ്ട് ഞാൻ നിർത്തിയെന്ന് വെച്ചാൽ അവിടെയാണ് പുള്ളി കൺസീവ് ചെയ്തിരിക്കുന്ന സിനിമയുടെ ഒരു ഇൻ്റർവെല്ലാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ കണ്ട സിനിമയുടെ ക്ലൈമാക്സ്. സെക്കൻഡ് വരും, അതായത് ഇതിൻ്റെ സെക്കൻഡിലാണ് ഇതിൻ്റെ മെജോറിറ്റി കഥ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണ് എന്നാൽ പുള്ളി ഉറപ്പ് വരുന്നുണ്ട്. അത് സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു ഉറപ്പ് സുകുമാർ എന്ന് പറയുന്ന ഡയറക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുഷ്പ എന്ന് പറയുന്ന സിനിമ ടെക്നിക്കലി മോശമാണെന്നോ അതാണെന്നോ ഇതാണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ ഒരു പോയിന്റിൽ ഇതിനെ ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്കൊരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇവർ ചെയ്ത് അതിൻ്റെ ബിസിനസ് സാധ്യതകൾ മാത്രം മനസ്സിലാക്കി ചെയ്ത് കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചു. അതാണ് പേഴ്സണലി എനിക്ക് ആ ഒരു സിനിമയോട് ഒരു പേഴ്സണലി അല്ലെങ്കിൽ ആ ഒരു ടീമിനോടുള്ള എൻ്റെ ഫേവറേറ്റ് ആക്ടറാണല്ലോ അർജുൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. പക്ഷേ പുഷ്പ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അതിൻ്റെ അപ്പുറം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുഷ്പ എന്ന് പറയുന്നൊരു സിനിമ വന്നുപോയി. അല്ലെങ്കിൽ ദേവര എന്ന് പറയുന്ന NTRൻ്റെ ദേവര എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ഇതോ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ആകേണ്ട സിനിമയൊന്നും അല്ല. അതിനൊക്കെ ഇനി വരാൻ പോകുന്ന അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ടാകാം. പക്ഷേ ഈ പറയുന്ന പോലെ പണ്ട് നമ്മൾ ബാഹുബലി എങ്ങനെയാണോ എന്താ പറയുക ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് ആളുകൾ ഈ പറഞ്ഞ പോലെ ഇപ്പം റീസെൻ്റ്ലി വന്ന ഒരു മലയാളത്തിൽ നിന്ന് വന്ന സംഭവം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അത് പറയുന്ന പോലെ സംഭവം അധ്യായം 1 അധ്യായം 2 ഒക്കെ വരും. അതിന് പക്ഷേ നമുക്ക് ഈ അധ്യായം 1 കണ്ടിട്ട് സെക്കൻഡിലേക്ക് നമുക്ക് കാത്തിരിക്കാനൊരു ത്വരയുണ്ട്. അത് പക്ഷേ ഫസ്റ്റ് അതുപോലെയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അതൊരു ചെറിയ ബജറ്റിൽ വന്നൊരു സിനിമയാണ്. എന്നാൽ പോലും ഈ ഫസ്റ്റ് എങ്ങനെയാണോ ആളുകൾ ഏറ്റെടുത്തത് അതുപോലെ തന്നെ അവർക്ക് സെക്കൻഡിനകത്ത് കഥ കൊണ്ടുവരാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടീമും വലിയൊരു കൈയടി അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യും, ഇനിയും സെക്കൻഡിലേക്ക് കഥയില്ല എന്നാൽ പിന്നെ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ കൊണ്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി നമുക്ക് നിർത്താമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സെക്കൻഡിന് പ്രോപ്പർലി ഒരു കഥയില്ല നമുക്ക് ഇങ്ങനെ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞ് നിർത്തിയതാണെങ്കിൽ ഒന്നും പറയാനില്ല. അതാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്കോ അല്ലെങ്കിൽ ദേവര എന്ന് പറയുന്ന സിനിമയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അബ്രപ്റ്റ്ലി എൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്ലിഫ് ഹാങ്ങിൽ കൊണ്ട് നിർത്തി ബാക്കി എല്ലാ കഥകളും സെക്കൻഡ് പാർട്ടിലാണ് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ കഥ ഡിസൈൻ ചെയ്യുന്നവർക്കെല്ലാം ഈ പറയുന്ന പോലെ ദുരന്തറോ അല്ലെങ്കിൽ കൽക്കിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സലാറോ അങ്ങനെയുള്ള എക്സാമ്പിൾ എടുത്തതിന് ശേഷം ഇപ്പോൾ സാധ്യതയുണ്ട്, പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസിനെ ഒരുമാതിരി ഇങ്ങനെ ആളുകൾ കാത്തിരിക്കും, പിന്നെ ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി അവർക്ക് അത് ഇഷ്ടപ്പെടും എന്നൊരു രീതിയിലേക്ക് മാറുന്ന പോലെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം വന്ന ബാഹുബലി ഓക്കെ, KGF ഓക്കെ, ചെക്ക്, അത് രണ്ടും കഴിഞ്ഞു. പറയുന്നത് ഇനി വരാൻ പോകുന്ന കൽക്കി, സലാറൊക്കെ ഓക്കെ, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ ഇതുപോലെ ഉണ്ടാകും എന്ന് നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ള സിനിമകളാണ്. എസ്പെഷ്യലി കൽക്കി ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ബിക്കോസ് ആ ഒരു സംവിധായകൻ അതിനെ കൊണ്ടുവരും, ആ കഥയ്ക്ക് അത്രയും കഥ ഇനിയും പറയാനുണ്ടെന്ന് നമുക്കൊരു ഫീലുണ്ട്. പുഷ്പ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ദേവര ഇറങ്ങിയ സമയത്ത് ഇനി ഇതിനകത്ത് എന്ത് കാണിക്കും നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ മേക്കേഴ്സ് പറയുകയാണ് ഇനി അതുപോലെ ഉണ്ട് അവർ പറയാണ്. ഒരു പ്രോപ്പർ ഒരു ബിസിനസ് ഇതിലേക്ക് മാത്രം മാറിപ്പോയി. അൺഫോർച്ചുനേറ്റ് ആണ്. സോ ഇനി വരുന്ന സിനിമകൾ ഇപ്പോൾ ബാഹുബലി എങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു, അതുപോലെ ദുരന്തർ എക്സാമ്പിളായിട്ട് എടുത്തിട്ട് ഫസ്റ്റ് ആൻഡ് 2 ഇപ്പം വരാൻ പോകുന്ന കത്തനാർ എന്ന് പറയുന്ന സിനിമ അങ്ങനെയാണ്, 2 പടമാണെന്നൊക്കെ പറയുന്നത്. എനിക്ക് അതിൻ്റെ പ്രോപ്പർ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും അറിയില്ല. പക്ഷേ എന്നാൽ പോലും ആ ഒരു സിനിമയും 2 സിനിമയാണ്, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് എന്നൊക്കെ ഒരു റൂമേഴ്സാണ്, അറിയില്ല. അത് വരികയാണെങ്കിലും അങ്ങനെ. സോ മൊത്തത്തിലൊരു സിനിമ വരുന്നു, അതിനെ അവർ ഒരു സിനിമയായിട്ട് ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് കഥ മുഴുവൻ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സെക്കൻഡ് മൂവിയായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം അവർ ഇറക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല നല്ല സിനിമകൾ ഒരു ഫിലിം മേക്കർ എന്നൊരു രീതിയിൽ ആളുകൾക്ക് കൂടുതൽ ആളുകളത് ഇൻട്രസ്റ്റഡ് ആവും. അല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇനിയും വരാൻ പോകുന്ന സിനിമകൾക്ക് പോകും സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്ത്, അപ്പോൾ കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആളുകൾക്ക് വരുമ്പോൾ ആൾക്കാർ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. പക്ഷെ അതിന് പകരം നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ബാഹുബലി ഒരു ടീം അല്ലെങ്കിൽ KGF ഒരു ടീം തുറന്നിടുമ്പോൾ അതിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്.
സോ ഈ ഒരു കാര്യം കുറേ എനിക്ക് എസ്പെഷ്യലി ആട് 2 ഇറങ്ങിയതിന് ആട് 3 ഇറങ്ങിയതിന് ശേഷം ഞാനത് റിവ്യൂ ആയിട്ടൊന്നും അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അതിൻ്റെ ഒരു മേക്കിംഗ് പരിപാടികളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇങ്ങനെ കൊണ്ട് നിർത്തിയത് ഇതെന്താ ഇങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തിയെന്നുള്ളതിനകത്ത് എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ സെക്കൻഡ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു നമുക്ക് ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണെന്ന് നമുക്ക് പറയുന്ന രീതിയിലേക്ക് ആ ഒരു സിനിമ വരട്ടെ. സോ അങ്ങനെ കുറച്ച് നാളായിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനൊന്ന് പറയണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാർട്ട് 1 പാർട്ട് 2 അല്ലെങ്കിൽ സീരീസ് ആയിട്ട് കൺസീവ് ചെയ്യുന്ന സിനിമകൾ ഒരു എന്താ പറയുക, ഒരുപാട് സാധ്യതയാണ്. ബിസിനസ് വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ ഒരു ബജറ്റ് ഇട്ടിട്ടതിന് ശേഷം ഫസ്റ്റ് ഭയങ്കര വിജയമാവുന്നു, അതിൻ്റെ സെക്കൻഡ് വരുമ്പോൾ ടോട്ടൽ ബജറ്റും അവർക്ക് കവേർഡായി കിട്ടും. ആ ഒരു രീതിയിൽ ബിസിനസ് മാത്രമാക്കാതെ ആ ഒരു സിനിമയ്ക്ക് ആ ഒരു ഫസ്റ്റിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ സെക്കൻഡ് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ബാഹുബലി അങ്ങനെയാണ്. ബാഹുബലിക്ക് വന്നിരിക്കുന്ന ഫസ്റ്റിന് വന്ന കളക്ഷൻ അവർക്ക് ഡെഫിനറ്റ്ലി അവരത് സെക്കൻഡിൽ യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് തന്നത്. അതുപോലെ തന്നെയാണ് KGF എന്ന് പറയുന്ന സിനിമ. KGF ഫസ്റ്റിന് കിട്ടിയതിൻ്റെ അവർ ആ ഒരു ബോക്സ് ഓഫീസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് സെക്കൻഡും കൊണ്ടുവരുന്നത്. അപ്പോൾ സെക്കൻഡ് കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ബാക്കിയുള്ള സിനിമകൾക്ക് ആ ഒരു ഇപ്പം ദുരന്തരം അങ്ങനെയാണ്. ദുരന്തരം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ഷൂട്ട് ചെയ്ത സാധനങ്ങളാണ്. പക്ഷേ അവരുടെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അവർ കണ്ടൻറ്റിൽ വിശ്വസിച്ച് അവരത് ഓഡിയൻസിന് കൊടുക്കുകയാണ് ചെയ്തിട്ട്. പൊന്നിയിൻ സെൽവൻ എസ്പെഷ്യലി അങ്ങനെയാണ്. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ രണ്ടും ഫസ്റ്റും സെക്കൻഡും ആയിട്ട് അതിന് സിംഗിൾ മൂവി ആയിട്ട് മാത്രം അവർക്ക് കൺസിഡർ ചെയ്താൽ മതി. ഒരു ബജറ്റ് അവിടെ നോക്കേണ്ട കാര്യമില്ല. കാര്യം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സിംഗിൾ പാർട്ടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഡിയൻസിലേക്ക് വിട്ടുകൊടുക്കും. സോ അങ്ങനെയുള്ള പ്ലാൻ ചെയ്ത് വരുന്ന നല്ല നല്ല സിനിമകൾ വരട്ടെ. അപ്പോൾ മാത്രമാണ് ഇന്ത്യൻ സിനിമയ്ക്കാണെങ്കിലും നല്ല നല്ല സിനിമകൾ, നല്ല നല്ല ടെക്നീഷ്യൻസ് വരികയുള്ളൂ. സോ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത ഏറ്റവും നല്ല ഒരു സീക്വൽ ഏതാണ്? കമൻറ്റ് ചെയ്യുക.